അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പിക്കപ്പ് ട്രക്ക് പോലെയാണ് ഈ ഒരു വണ്ടി വരുന്നത്. അടിപൊളി ഡീറ്റെയിലിംഗ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പല ബ്രാൻഡ്സിനെ വണ്ടികൾ മേടിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ഹോൺ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ഹോണൊന്നും കാണുന്നില്ല. ഹലോ, ഞാൻ അർജുൻ. വെൽക്കം ടു മൈ ചാനൽ. പുറത്ത് നല്ല അടിപൊളി മഴ. പിന്നെ നമ്മുടെ കൂടെ രണ്ട് മോൺസ്റ്റേഴ്സും ഉണ്ട്. ഒന്ന് ടൊയോട്ടയുടെ ഹൈലക്സും പിന്നെ എൻ്റെ കയ്യിൽ ഇസൂസിൻ്റെ ഡിമാക്സും ആണുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ രണ്ട് വണ്ടിയുടെ വിശേഷങ്ങളാണ് പങ്കിടാൻ പോകുന്നത്. അപ്പം ഈ ഒരു വണ്ടി കുറച്ച് യുണീക്കാണ്, അതുപോലെ കിടിലൻ മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ നമുക്ക് എൻ്റെ ഓണർ നോബി ചേട്ടനോട് ചോദിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ നോബി ചേട്ടൻ. അപ്പോൾ നോബി ചേട്ടൻ ഒരു കോട്ടയംകാരനാണ്. ആദാമിൻ്റെ ചായക്കട കോട്ടയത്ത് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഓണറാണ്. അപ്പോൾ നോബി ചേട്ടാ, ഈ വണ്ടി എന്നാണ് എടുത്തത്? 2023 മെയിലാണ്. 1 ഇയർ ആയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വണ്ടി പലപ്പോഴും പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ രജിസ്ട്രേഷൻ നമ്പർ ഇല്ല. അപ്പം ഞാനിത് 6 തന്നെ പലപ്പോഴും ഡൗട്ട് അടിച്ചിട്ടുണ്ട്. അപ്പം സംഭവം നമ്പറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഒരു 6 മാസത്തോളം ഞാൻ TP-യിലായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. വണ്ടിയെല്ലാം 900 നമ്പറാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് സെലക്ട് ചെയ്തെടുത്താ. അടിപൊളി. ഈ വണ്ടി ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോവും, കാരണം വേറെ ലെവലാണ് മോഡിഫിക്കേഷൻ എല്ലാം. ചേട്ടാ, ഇപ്പൊ ഇതിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ? ശരിക്കും ഇതിന്റെ ഇപ്പൊ കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ ടയർ അലോയ്സ് ഫുള്ള് മാറി. ഓക്കെ. പിന്നെ ഇതിന്റെ ബോഡി കിറ്റ് ഫുള്ള് മാറി. പിന്നെ മിറേഴ്സ് മാറി. ഇതെല്ലാം നമ്മൾ ഇന്റർനാഷണൽ ഇതിൽ നിന്ന് എടുത്താണ്. നമ്മളെല്ലാം വെയിറ്റ് ചെയ്ത് നമ്മൾ ഓരോന്നും ഒരു അതിന് പരുവത്തിനനുസരിച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ശരിക്കും ഈ ഒരു മിറേഴ്സ് ഈ വണ്ടിക്ക് ഉള്ളതാണോ? അല്ല, പുറത്തുള്ളതാണ്. ഹൈലക്സിനുള്ളതാണ്. അപ്പൊ സെയിം ഹൈലക്സിന്റെ മിറർ തന്നെയാണ് ഇത്. അതിന്റെ തന്നെ മിറേഴ്സ് ആണ്, പക്ഷെ നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഷോറൂം വഴി നമുക്ക് ഇത് അവൈലബിൾ ആവുമോ? ഇല്ല, പാർട്സ് കിട്ടി തുടങ്ങിയിട്ടില്ല. ഒന്നും വന്നിട്ടില്ല. കേരളത്തിൽ ഇത് എത്ര വണ്ടിയുണ്ട് ഇപ്പം? കേരളത്തിൽ ഇതിപ്പം കോട്ടയത്ത് ഇത് ഫസ്റ്റ് വണ്ടിയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഒരു 6 അല്ല 7 ഉള്ളൂ ഇപ്പം നമ്മുടെ കേരളത്തിൽ. ഓക്കെ. പക്ഷെ ഇത്ര അധികം മോഡിഫൈ ചെയ്ത ഒരു വണ്ടി കേരളത്തിലുണ്ടോ? ഇല്ല. ഇപ്പൊ ഒരുമാതിരി ആൾക്കാര് ചെയ്തു വരുന്നുണ്ട് ഇത് കണ്ടിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടേണ്ട ഒരു വണ്ടി തന്നെയാണ് ഇതിന്റെ. ശരിക്കും പറഞ്ഞാൽ ഒരു മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു MVD ശ്രദ്ധയിൽപ്പെടുന്ന ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷൻ എനിക്ക് ഒരിക്കലും ശ്രദ്ധയിൽപ്പെട്ടില്ല. കാരണം വെച്ചാൽ ടയേഴ്സ് ആണ് എല്ലാം സ്റ്റോക്ക് ആയിട്ടുള്ള രീതിയിൽ തന്നെ വണ്ടി മോഡിഫൈ ചെയ്തേക്കുന്നത്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു മോൺസ്റ്റർ ലുക്കും ഉണ്ട്. അപ്പം ഇതിന്റെ അകത്ത് ഈ ഒരു മിറേഴ്സ് മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടയർ അലോയ്സ്, പിന്നെ ബോഡി കിറ്റ്. ഓക്കെ. ബോഡി കിറ്റ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയായിരുന്നു ഇതിന്റെ വന്നത്? ഇത് ചുമ്മാ നോർമൽ നമ്മുടെ ഒരു ടയോട്ടയുടെ ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇത് ഇന്റർനാഷണൽ ഇതില് ഈ സെയിം കിറ്റ് തന്നെ വരുന്നത്. ഫ്രണ്ട് ബോണറ്റ് മാറിയിട്ടുണ്ടോ? ഇല്ല, ബോണറ്റ് മാറിയിട്ടില്ല. ശരിക്കും കിറ്റ് മാത്രം. ബോഡി, ഫ്രണ്ട്, സൈഡ് ഇതെല്ലാം. ഓക്കെ. പിന്നെ ഈ മിറേഴ്സും അതെല്ലാം എക്സ്ട്രാ വന്നിരിക്കുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഫുഡ് സ്റ്റെപ്പ് ഈ അമ്മമാർക്കെല്ലാം കയറാൻ. അതെ, കുഴപ്പമില്ല. ഇത് ഓട്ടോമാറ്റിക് ആണോ? അല്ല, ഇത് കമ്പനി തന്നെയാണ്. ഓക്കെ. പിന്നെ ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോഴും ഇതെല്ലാം അഡീഷണൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? അതെല്ലാം വേറെ എക്സ്ട്രാ വന്നിരിക്കുന്നതാണ് സംഭവം. ഈ സംഭവം. അതെ, കവർ ഫുള്ള്. ഓക്കെ. നമുക്കൊരു ട്രിപ്പ് അതെ, പിന്നെ ഫുൾ ലഗേജ് എല്ലാം നല്ല കംഫർട്ടബിൾ ആയിട്ട് വെച്ച് പോവാം. ഓക്കെ. അതുപോലെ തന്നെ ഈ ടൊയോട്ട എന്ന് പറഞ്ഞ ഇത് എക്സ്ട്രാ ചെയ്തതാണോ? അല്ല, അത് കമ്പനി തന്നെ. ഞാൻ ഡീക്രോം ചെയ്തിരിക്കുന്നു. ഓക്കെ. അടിപൊളി. ഇത് ഓപ്പൺ ചെയ്യാവുന്നതാണോ? ഓപ്പൺ ആവും. ഓ, നല്ല വെയിറ്റ് ഉണ്ട്. അടിപൊളി. നല്ല രസമുണ്ട്. ശരിക്കും ഇതൊരു ഫാമിലി വെഹിക്കിൾ ആയിട്ടാണോ ചേട്ടൻ ഇപ്പൊ യൂസ്? അതെ. പിന്നെ ഇതിന്റെ മൈലേജ് ഒക്കെ? മൈലേജ് എനിക്കിപ്പോ ഒരു 8 കിട്ടുന്നുള്ളൂ. 8. ഓക്കെ. ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോ? ലോങ് ട്രിപ്പ് എന്നാലും ഒരു 9. ടയറൊക്കെ എത്ര കംഫോർട്ട് ഞാൻ ഓക്കെയാണ്. കാര്യം ഞാൻ വണ്ടി ക്രൈസ് ഉള്ള ഒരാളായിട്ട് ഹാപ്പിയാണ്. അപ്പൊ ഇത് സർവീസും കോട്ടയം ടൊയോട്ട. ഓക്കെ. പാർട്സ് ഒക്കെ കിട്ടാൻ എങ്ങനെയുണ്ട്? പാർട്സ് എല്ലാം ഇപ്പം നിലവിലിപ്പം നമുക്കെല്ലാം ഇവിടെ റീസണബിൾ ആയിട്ട് കിട്ടും. ടൊയോട്ടയുടെ ഷോറൂമിൽ തന്നെ. ഓക്കെ. സൈലൻസർ ഇതെല്ലാം സൈലൻസറും എല്ലാം മാറ്റി. അതെ, ഡബിൾ ഇത് ഇതിന് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ. പിന്നെ അതുപോലെ സ്റ്റേജ് 1 റീമാപ്പ് ചെയ്തിട്ടുണ്ട്. അതെ, ടൂണിങ്. ഓക്കെ. പിന്നെ ബാക്കിലാണേലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടല്ലോ. ഈ ഇന്റീരിയേഴ്സ്, ഈ റെഡ് ഇതെല്ലാം വേറെ ചെയ്തതാണോ? അതെ, എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ്. സീറ്റിന്റെ കവേഴ്സും എല്ലാം എക്സ്ട്രാ ചെയ്തതാണ്. ഓക്കെ. ഇതെവിടെ ചെയ്ത സീറ്റ് കവേഴ്സ്? ഇത് ഗാലക്സി. ഓക്കെ. ഗാലക്സി എറണാകുളത്താണ് സീറ്റ് കവേഴ്സ് ഇതെല്ലാം ചെയ്തേക്കുന്നത്.
പിന്നെ അതുപോലെ തന്നെ അത് എക്സ്ട്രാ വെച്ചേക്കുന്നതാണോ? LCD അല്ല, അത് കമ്പനി. അപ്പൊ നമ്മൾ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ കണ്ടു. അപ്പൊ ഇനി നമ്മുടെ ശരിക്കുള്ള ജോബ് എന്താ? നമ്മുടെ സ്കെയിൽ മോഡലിന് അൺബോക്സിങ്. അപ്പൊ നമ്മൾ ഈ ഒരു വണ്ടി ഇതിന്റെ ഫ്രണ്ടിൽ വെച്ച് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ ടേബിൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര മീൻസ് സേഫായിട്ട് വേണം അൺബോക്സ് ചെയ്യാൻ. ഇതിപ്പം ഈ വണ്ടി 1:18 സ്കെയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഡീലർ എഡീഷനാണ്. അപ്പം മാനുഫാക്ചർ ചെയ്തേക്കുന്നത് നമുക്കിത് ചൈനയിൽ നിന്നാണ്. നമ്മളിത് മേടിച്ചതും eBay ത്രൂ ആണ്. അപ്പം നമ്മളിതങ്ങ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. 2 ക്യാപ്പ് ഉണ്ട് ഇതിൽ. 2 ക്യാപ്പ് കൂടി. ഇതാണ് നമ്മുടെ വണ്ടി. അടിപൊളി ഡീറ്റെയിലിങ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പല ബ്രാൻഡ്സിനെ വണ്ടികൾ മേടിക്കാറുണ്ട്. ഓട്ടോട്ട്, GT സ്പിരിറ്റ്, സോൾഡോ. പക്ഷേ ഒരു ചൈനീസ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള അവരുടെ ബ്രാൻഡിൻ്റെ സ്കെയിൽ മോഡൽ മേടിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ അവരുടെ ഡീറ്റെയിലിംഗ് ആണ്. ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിംഗ് ആണ്. പിന്നെ നല്ല വെയിറ്റ് ആണ്. നല്ല ഡൈകാസ്റ്റ് മെറ്റലിൻ്റെ ഒരു ഫിനിഷും ഉണ്ട് ഇതിൽ. പിന്നെ അതുപോലെ ഇൻറ്റീരിയറും ബാക്കിയെല്ലാം ഭയങ്കര ഡീറ്റെയിൽ ചെയ്തിട്ടാണ് വണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ആദ്യം. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം. എന്താ ശരിക്കും പറഞ്ഞാൽ ഇഷ്യൂസും ഒരു ടൊയോട്ടയുടെ ആ ഒരു ലുക്ക് ഇത്രയും കാണാൻ പറ്റും. രണ്ട് വണ്ടി നോക്കുമ്പോൾ ഈ ഒരു ടെയിൽ ലൈറ്റ്, ഫ്രണ്ട് ലൈറ്റ്സും, പിന്നെ അതുപോലെ തന്നെ ബമ്പേഴ്സ്, ബോണറ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡിസൈൻ കണ്ടോ? ഏകദേശം സിമിലർ ഡിസൈൻസാണ് വന്നേക്കുന്നത്. പിന്നെ ഒരു ഈ ഏരിയ വരുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈലക്സിൻ്റെ ഒരു ഷേപ്പ് ശരിക്കും പറഞ്ഞാൽ ഏത് ഇൻസ്പയർ ചെയ്ത് ഉണ്ടാക്കിയെന്ന് എനിക്കൊരു ഡൗട്ട്ഫുൾ ഉണ്ട്. എനിക്കൊന്നും എല്ലാം ഒരു ട്രക്ക് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരിക്കും വരുന്നത്. പിന്നെ ഇതിൻ്റെ എൻജിൻ ക്യാബിൻ ഒന്ന് നോക്കാം നമുക്ക്. അടിപൊളി. ഇഷ്യൂസിൻ്റെ റൈറ്റിങ്സ് ഒക്കെ വന്നിട്ടുണ്ട് എൻജിൻ ക്യാബിനിൽ. പിന്നെ അതുപോലെ നമുക്ക് ഡോർസ് ഓപ്പൺ ചെയ്യാം. ഇൻറ്റീരിയർ നല്ല അടിപൊളിയായിട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മാറ്റ്സ് കണ്ടോ? ഭയങ്കര ഫിനിഷാണ്. ശരിക്കും ഒറിജിനൽ വണ്ടിയിൽ കാണുന്ന രീതിയിലാണ്. നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. സ്റ്റിയറിംഗ് റൊട്ടേറ്റബിളാണ്. നല്ല സൗണ്ടാണ്. ബാക്ക് ഒന്ന് നോക്കാം. അപ്പം നമ്മളൊരു 1:18 സ്കെയിലും 1:1 എൻജിൻ ക്യാബിനും ഒന്ന് കമ്പാരിസൺ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ D-Maxൻ്റെയും ഹൈലക്സിൻ്റെ എൻജിൻ ക്യാബിനും തമ്മിലുള്ള ഡിഫറൻസ്. ഏകദേശം സംഭവങ്ങളൊക്കെ എൻജിൻ ടൊയോട്ടയുടെ അവിടെ ബാഡ്ജ് ചെയ്തിട്ടുണ്ട്, ഇഷ്യൂസിൻ്റെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ഹോൺ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ഹോണൊന്നും കാണുന്നില്ല. പിന്നെ അതുപോലെ ബാറ്ററി സെക്ഷൻസ് ഉണ്ട്. ബാറ്ററി സെക്ഷൻസ് ഏകദേശം സെയിം പ്ലേസിംഗ് ആണ്. അപ്പം നമ്മുടെ ഈ ഒരു വണ്ടി ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്, അത് റൈറ്റ് ഹാൻഡ് ഡ്രൈവാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഡോർ ഓപ്പൺ ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തത് നമ്മൾ ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യുകയാണ് നമ്മുടെ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഡോർ സീറ്റിംഗ് ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ. ഒരു പിക്കപ്പ് ട്രക്കിൻ്റെ ഏകദേശം എനിക്കൊന്ന് ഈ ഒരു ലുക്കായിരിക്കും എല്ലാ വണ്ടിക്കും വരുന്നത്. I can't seem to focus good enough. Nothing's really clear. Sometimes it could be a little tough. I just need to feel like the end's in sight for me. But let's be really real, anxiety can foggy all this stuff. I've been feeling weird. I can't seem to focus good enough. Nothing's really clear. Sometimes it could be a little tough. I just need to feel like
It sucks when you finally feel like giving up. Oh God, no luck. Everything feels like അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പിക്കപ്പ് ട്രക്ക് പോലെയാണ് ഈ ഒരു വണ്ടി വരുന്നത്. അപ്പം ഇതിൻ്റെ ഇവിടെ ഒരു കവറിങ് ഇല്ല, പക്ഷേ ഇവർ അഡീഷണൽ ആയിട്ട് ഈ ഒരു കവറിങ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. അടിപൊളി. നമ്മുടെ വണ്ടി ഇവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഇതുപോലെ അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ വരും. അപ്പോൾ നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം സീ യു സൂൺ.